ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനവും സൈബർ ബുള്ളിങ്ങും ഏറ്റുവാങ്ങുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരൊറ്റ ഉത്തരമേ പറയാൻ സാധിക്കുകയുള്ളൂ. നടനും മിമിക്രി താരവുമായിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി എന്നുള്ളത് തന്നെ. ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയ രേണു മോഡലിംഗ്, സിനിമ, ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ എന്നിവയിലെല്ലാമായി സജീവമാണ്. ഇപ്പോഴിതാ രേണുവിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു ബുധൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ. രേണു സുധിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കാൻ പാർട്ടിയാർക്കി കൊണ്ട് നടക്കുന്നവർക്ക് കഴിഞ്ഞില്ല എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കുറിപ്പിലൂടെ തുടർന്ന് നമുക്ക് വായിക്കാം. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മാലാഖയാണോ? നിങ്ങളുടെ പെങ്ങൾ, കൂട്ടുകാരി, ടീച്ചർ, കാമുകി ഇവരെല്ലാം നിങ്ങൾക്ക് മാലാഖയാണോ? അല്ലെങ്കിൽ നിങ്ങൾ അവരെ മാലാഖമാരായാണോ കാണുന്നത്? ആണെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. ഇതിന് മാലാഖവൽക്കരണം അഥവാ ഐഡിയലൈസേഷൻ എന്ന് വിളിക്കാം. ഒരാളെ മാനുഷികത അല്ലാത്ത വിധം ആത്യന്തര ശുദ്ധിയിലേക്കും ത്യാഗത്തിലേക്കും ഉയർത്തി കാണിക്കുന്നതിനെയാണ് ടോക്സിക് ഐഡിയലൈസേഷൻ എന്ന് പറയുന്നത്. ടോക്സിക് ഐഡിയലൈസേഷൻ്റെ റിയൽ ലൈഫ് ഉദാഹരണങ്ങളാണ് നമ്മുടെ അമ്മമാരെ മാലാഖവൽക്കരിക്കുന്നത്. മാലാഖ ഐഡിയലൈസേഷനിൽ അമ്മ എല്ലായ്പ്പോഴും ത്യാഗവതിയായിരിക്കണം. അതേപോലെ മനസ്സിൽ ദുഃഖമൊന്നുമില്ലാത്തവളും കൂടിയാവണം. ഭർത്താവ് അടിച്ചാൽ അത് സഹിച്ചു നിൽക്കണം. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. കുടുംബത്തിൻ്റെ വിളക്കാകണം. കാമുകിയാകട്ടെ അവൾ അകമിഴിഞ്ഞ് കാത്തു നിൽക്കുന്നവളും നേഴ്സ് പരിചരണത്തിൻ്റെയും ദയയുടെയും വ്യക്തിത്വമാവണം. ഇവരൊന്നും ദേഷ്യപ്പെടാനും പാടില്ല. ഇനി വിധവകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വിധവകൾ എപ്പോഴും ദുഃഖത്തിൽ മുങ്ങിയ ഒരാളായിരിക്കണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ തന്നെ. അവർ പുതിയ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ അതൊരു മോശം ചിന്താഗതിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ ഐഡിയലൈസേഷൻ സ്ത്രീകൾക്ക് ചാർത്തി കൊടുക്കുമ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് തോന്നുമെങ്കിലും ഇത് സ്ത്രീകളെ ഒരു ടൈപ്പായി നിർണ്ണയിക്കുകയാണ്. ഇവിടെ അമ്മയോ കാമുകിയോ വിധവകളോ എന്ന പേരിൽ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു. ഫീലിങ്സ് ഇല്ലാത്ത മെഷീൻസിനെ പോലെ. സ്ത്രീകൾക്ക് മാനുഷികമായ തെറ്റുകൾ ചെയ്യാൻ പോലും ഇതിലൂടെ അവകാശം നൽകുന്നില്ല. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീക്ക് വീണ്ടും ജീവനോടെ ജീവിക്കാനുള്ള അവകാശം ഇതിലൂടെ നിഷേധിക്കപ്പെടുന്നു. സ്ത്രീയുടെ ജീവിതം ഭർത്താവിൻ്റെ തോളിൽ മാത്രം വരെയെന്ന് ചിന്തിപ്പിക്കുന്ന, ഭർത്താവ് മരിച്ചാൽ അവൾക്ക് ഇനി ജീവിതം വേണ്ട എന്ന് ഉറച്ചതിന് തുല്യമാക്കുന്ന ഈ ഐഡിയലൈസേഷനുകൾ വരുന്നത് പാട്രിയാർക്കി വഴിയാണ്. സത്യത്തിൽ വിധവകളെ ഓട്ടോമാറ്റിക്കായി വിശുദ്ധതയുടെ പ്രതീകമാക്കുന്ന പാട്രിയാർക്കിയുടെ പരിപാടി രേണു സുധിയുടെ കാര്യത്തിൽ ഏറ്റില്ല എന്ന് വേണം പറയാൻ. ഇതുവരെ കണ്ട വിധവാ സങ്കല്പങ്ങളെല്ലാം രേണു സുധി പൊളിച്ചടുക്കുകയായിരുന്നു. രേണു സുധിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കാൻ പാർട്ടിയാർക്കി കൊണ്ട് നടക്കുന്നവർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ രോഷപ്രകടനങ്ങളാണ് രേണു സുധിയുടെ ചിത്രത്തിൻ്റെ അടിയിൽ വന്ന് തെറി വിളിച്ചും പരിഹസിച്ചും തീർക്കുന്നത് തന്നെ. വിധവയായ സ്ത്രീയെയും യഥാർത്ഥ മനുഷ്യനെന്ന നിലയിൽ സ്വന്തം ഇഷ്ടങ്ങളും ആത്മാർത്ഥങ്ങളുമുള്ള ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ജീവിതം അവരുടേതാണ്. അതിന് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കണം. വിധവ എന്നത് ഉള്ളത് ഒരു അവസ്ഥയാണ്, വ്യക്തിത്വമല്ല. വിധവയെ ശുദ്ധിയുടെയും ദുഃഖത്തിൻ്റെയും യൂരിപ്പടിയായി മാത്രം കാണുന്നത് സ്ത്രീയുടെ ആത്മീയവും ശാരീരികവുമായ സ്വാതന്ത്ര്യത്തെ ദോഷകരമായി നിരാകരിക്കുന്ന സാമൂഹിക ജാതി മാന്യതയാണ്. സത്യത്തിൽ വിധവ എന്ന വാക്ക് പോലും സ്ത്രീകളുടെ ഫ്രീ പേഴ്സണാലിറ്റിയെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. പുരുഷൻ്റെ സംരക്ഷണം അവളുടെ പ്രധാനപ്പെട്ട തിരിച്ചറിയലായി മാറുന്ന ഒരു വാക്കുകൂടിയാണത്. അതുമാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പല ആശയങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് വിധവ എന്ന വാക്ക്. അതുകൊണ്ട് ഭാര്യ മരിച്ച പുരുഷന്മാരെ വിധവൻ എന്ന് വിളിക്കാത്തത്. കണ്ണീരിൻ്റെ അടിമയാവാതെ കരുത്തിൻ്റെ ഭാഷയായി മാറിയ രേണു സുധിയെ ശരിക്കും യുവതലമുറ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് എന്നുമായിരുന്നു കുറിപ്പ്.